പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് എൻ്റെ നാടായ കടയ്ക്കൽ, അവിടെ നിന്നും ചടയമംഗലം, നമുക്ക് അടുത്ത് പെട്ടെന്ന് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ചടയമംഗലം ജടായു പാറ. ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ഉണ്ട്. ഞാൻ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കൊട്ടാരക്കര പോകുമ്പോൾ ഈ ചടയമംഗലം പാറ നമ്മൾ അവിടെ കാണും. ബസ്സിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് ഇതിൻ്റെ മുകളിൽ ക്ഷേത്രം ഉണ്ട്, ഒരു വിളക്ക് എത്തിക്കുക, അങ്ങനെ ചെറിയ രീതിയിലൊരു ക്ഷേത്രം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ പോയിട്ടില്ല. അതിനുശേഷം അവിടെ ജടായുവിൻ്റെ ശില്പം നിർമ്മിക്കുകയും അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുകയും ചെയ്തു. ശ്രീരാമക്ഷേത്രം നിർമ്മിച്ചു. അപ്പോൾ എന്നാൽ അങ്ങോട്ട് പോയി ഒന്ന് കാണാനോ ഒന്നും സാധിച്ചില്ല. ബസ്സിരിക്കുമ്പോൾ കാണും, ആ പാറ അങ്ങനെ തലയുയർത്തി നിൽക്കുന്ന കാണും. നമ്മുടെ പുരാണത്തിൽ പറയുന്ന കഥകൾ, രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ജടായു തടയുന്നതും ജടായുവിൻ്റെ ചിറകരിഞ്ഞിടുന്നതും ആ ജടായു ഈ പാറയുടെ മുകളിലാണ് വീണതെന്നും ശ്രീരാമനും ഭഗവാനും ലക്ഷ്മണനും കൂടി സീതാദേവിയെ തിരക്കി ഇവിടെ വന്നെന്നും ഇതുവഴി പോയപ്പോൾ ജടായു ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് കണ്ടു. അങ്ങനെ ജടായു രാവണനെ തടഞ്ഞ കഥകളും രാവണൻ ഏത് ദിക്കിലാണ് പോയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയും അങ്ങനെ ജടായുവിന് മോക്ഷം നൽകി അദ്ദേഹത്തിൻ്റെ ആ പക്ഷി രാജാവിൻ്റെ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചിട്ട് ഇവിടെ നിന്ന് പോയെന്നുമാണ് ഐതിഹ്യം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഞാനും എൻ്റെ വൈഫും എൻ്റെ മോളെയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ കേബിൾ കാറുണ്ട്. ആദ്യം ഒരു തവണ വന്നപ്പോൾ അന്ന് 4:30 മണിയായി, കേബിൾ കാർ ഇല്ല എന്ന് പറഞ്ഞു. അന്ന് നമുക്ക് കാണാൻ സാധിച്ചില്ല, തിരിച്ചു പോകേണ്ടി വന്നു. അങ്ങനെ കാണാൻ വേണ്ടി ഞങ്ങൾ മറ്റൊരു ദിവസം വന്നപ്പോഴുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ കാറ്റ്, മഴ, ഇടി, മിന്നൽ, ഇങ്ങനെ എന്തെങ്കിലും പ്രകൃതി ക്ഷോഭം ഉണ്ടെങ്കിൽ ഈ കേബിൾ കാർ വർക്കാവില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കേബിൾ കാർ ഉണ്ട് എന്ന് കരുതി നിങ്ങൾ വരരുത്. കാറ്റോ മഴയോ ഇടിയോ മിന്നലോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം 850ഓളം സ്റ്റെപ്പ് കയറി ഇതിൻ്റെ മുകളിൽ വരിക എന്നുള്ളതാണ്. മറ്റൊരു മാർഗ്ഗമുണ്ട്, പക്ഷേ അത് അവർ അനുവദിക്കുന്നില്ല. ഇതിൻ്റെ മുകളിലേക്ക് വരാനുള്ള വഴിയുണ്ട്. അവർക്ക് ഈ വരുന്ന ആൾക്കാരിൽ നിന്നും, അതായത് കേബിൾ കാർ ഉപയോഗിക്കാൻ പറ്റാത്ത ദിവസങ്ങളിലെങ്കിലും ഈ വയസ്സായ ആൾക്കാർ ഒരുപാട് പേര് താഴെ വന്ന് വിഷമിച്ച് തിരിച്ചു പോകുന്നത് കണ്ടു. അങ്ങനെയുള്ളവർക്കെങ്കിലും ഒരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് അവരെ മുകളിലേക്ക് വാഹനങ്ങളിൽ എത്തിക്കാനുള്ളൊരു സൗകര്യം അവർക്ക് ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോൾ കേബിൾ കാർ ഇല്ലാത്തത് കൊണ്ട് 850 സ്റ്റെപ്പോളം കയറേണ്ടി വരും. നല്ല ആരോഗ്യമുള്ളവർ കൊണ്ട് മാത്രമേ കയറാൻ പറ്റൂ. ശബരിമല കയറുന്നത് പോലെ തന്നെയാണ്. എന്തായാലും കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാനും വൈഫും എൻ്റെ കുട്ടിയെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ മലമുകളിലേക്ക് കയറി വന്നു. കേബിൾ കാറിനും ഇതിൻ്റെ മുകളിലേക്ക് വരുന്നതിനും കൂടി ഏകദേശം ഒരാളിന് 600 രൂപയോളം ചിലവാകും. അപ്പോൾ നമുക്കന്ന് കേബിൾ കാർ ഇല്ലാത്തത് കൊണ്ട് 2 പേർക്ക് കൂടി ഏകദേശം 600 രൂപ മാത്രമേ ആയുള്ളൂ. മറ്റത് കേബിൾ കാറും ഒരാളിന് വരുന്ന ഇവിടെ കാണുന്നതിനും കൂടി ഏകദേശം 700 രൂപയ്ക്കകത്ത് ഫീസാവും. അപ്പോൾ കേബിൾ കാറിൽ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു, അതിന് സാധിച്ചില്ല. മുകളിൽ വന്നപ്പോൾ നല്ല തിരക്കാണ്. ഈ 850 സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇടയ്ക്ക് നമുക്ക് കുടിക്കാൻ വെള്ളമൊക്കെ അവർ തരുന്നുണ്ട്. കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ്, മലയാളികൾ കുറവാണെന്ന് തന്നെ പറയാം. കൂടുതലും വരുന്നത് നോർത്ത് ഇന്ത്യൻസാണ്. എന്തായാലും ആദ്യമായിട്ട് വന്ന് കണ്ടതിൽ ഒരു സന്തോഷം തോന്നി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ പക്ഷി ശ്രേഷ്ഠൻ്റെ ശില്പത്തിനകത്ത് ഒരു 3D തിയേറ്ററുണ്ട്. അതെല്ലാം ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കുകയാണ്. അവിടെ എന്തോ വർക്ക് നടക്കുന്നു എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പുറമേ നിന്ന് ഇതൊക്കെ കണ്ടിട്ട് വരാനേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 4:30 മണിക്ക് ശേഷം ആരെയും മുകളിലേക്ക് കയറ്റി വിടില്ല. 6 മണിയാകുമ്പോൾ തന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങണം. നമുക്ക് സൂര്യാസ്തമയം അവിടെ നിന്ന് കാണാൻ സാധിക്കില്ല. 6 മണിയാകുമ്പോൾ അവിടെ നിന്ന് എല്ലാവരെയും ഇറക്കി വിടും. കാര്യം 6 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ 7 മണിയാകുമ്പോൾ നടന്നാണെങ്കിൽ താഴെ എത്തും. അപ്പോൾ അതുകൊണ്ട് 6 മണിയാകുമ്പോൾ അവർ നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിടും. അപ്പോൾ വരുന്നവർ അത് കണക്കാക്കി വേണം വരാൻ. കേബിൾ കാർ എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട. നടന്ന് പോകാനുള്ള ആ ഒരു സമയം കണക്കാക്കി വരണം. ഉച്ച സമയത്ത് നല്ല വെയിലാണ്. പിന്നെ മുകളിൽ നല്ല കാറ്റുള്ളത് കൊണ്ട് നമുക്ക് ആ വെയിലിൻ്റെ കാഠിന്യം തോന്നില്ല. ഒന്നുകിൽ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് നേരത്തെ വരാൻ നോക്കണം. 6 മണി വരെ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു 4:30 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ കേബിൾ കാർ ഇല്ല എന്നറിഞ്ഞു. എന്തായാലും വന്നു. നടന്ന് മുകളിലെത്തിയപ്പോൾ ഏകദേശം 5 മണി.
4 മണിക്ക് വന്നു, 5 മണിയായപ്പോൾ മുകളിലെത്തി. പിന്നെ 1 മണിക്കൂർ മാത്രമാണ് നമുക്കവിടെ നിൽക്കാൻ സാധിച്ചത്. ആ സമയത്തുള്ള കാഴ്ചകളാണ് ഞാൻ വീഡിയോയിൽ പകർത്തിയത്. നമുക്കിവിടെ കാണുമ്പോൾ ആ ശില്പം കാണാം. വളരെ മനോഹരമായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിശ്വാസങ്ങൾ, ഈ ജടായുവിൻ്റെ കൊക്ക് ഒരഞ്ഞ പാടാണ് ആ കാണുന്നത്. അവിടെ പോയി നമുക്ക് പ്രാർത്ഥിക്കാം, പൈസ ഇട്ട് തൊഴുവാം ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ രാവണൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം ഗ്ലാസ് ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അതും നമുക്കവിടെ പോയാൽ കാണാം. പിന്നെ ഒരിക്കലും പറ്റാത്ത ഒരു താമരക്കുളമുണ്ട്. അങ്ങനെ കുറേ ഐതിഹ്യപരമായിട്ടുള്ള അടയാളങ്ങളും കാഴ്ചകളും ഒക്കെ അവിടെ ഉണ്ട്. ഈ ശില്പനിർമ്മാണത്തിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആ ശില്പത്തിൻ്റെ താഴെ നിൽക്കുമ്പോഴാണ് ആ ശില്പത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനകത്ത് 3D തിയേറ്ററാണ്. പക്ഷേ നമ്മൾ ചെന്ന ദിവസങ്ങളിലൊക്കെ അത് ക്ലോസ് ചെയ്തിട്ടേക്കുകയാണ്. അതെന്ന് ഓപ്പൺ ആവും എന്ന് നമുക്കറിയാൻ കഴിയില്ല. വർക്ക് നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ പുറമേ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് ആ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രം ഒന്ന് കാണണമെന്നോ പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ വൈഫും കുഞ്ഞും നടന്ന് വന്നതിൻ്റെ ക്ഷീണം, മോളെ ഞാൻ എടുത്തുകൊണ്ടാണ് വന്നത്. അവരവിടെ കുറച്ച് നേരം ഇരിക്കാമെന്നും പറഞ്ഞ് ഇരുന്നു. ആ സമയത്ത് ഞാൻ ആ കാഴ്ചകളിലേക്ക് പോകാം എന്ന് കരുതി അവരെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ വീണ്ടും, കാര്യം ആദ്യമായിട്ടാണ് വരുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ടല്ലോ. വളരെ ഉയരമുള്ള ഒരു പാറയുടെ മുകളിലാണ്. അപ്പോൾ നമുക്ക് 4 വശവും കാണാം. ഒരുപാട് സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം എല്ലാം പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയില്ല. ചായ, ചെറിയ സ്നാക്സൊക്കെ കിട്ടും. കുടിവെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ശില്പത്തിന് മുകളിലോട്ടൊന്നും ആരും കയറാൻ പാടില്ല. നമുക്ക് ശില്പത്തിൻ്റെ അടുത്തൊക്കെ ചെന്ന് നിന്ന് ഫോട്ടോ എടുക്കാം. എന്നാൽ അതിൻ്റെ മുകളിലേക്കൊന്നും കയറാൻ പാടില്ല. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഈ കാണുന്നതാണ് ശ്രീരാമക്ഷേത്രം. ശ്രീരാമക്ഷേത്രമാണ്. ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അവിടെ കുരങ്ങന്മാർക്ക് കുരങ്ങനൂട്ടെന്നും പറഞ്ഞ് വാനരന്മാർക്ക് ഊട്ടുണ്ട്. ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. 250 രൂപ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ മീനൂട്ട് എന്നൊക്കെ പറയുന്നത് പോലെ കുരങ്ങന് ആഹാരം കൊടുക്കും. അപ്പോൾ അതിനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഈ ശില്പത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. കാണാൻ വളരെ മനോഹരമായൊരു ശില്പമാണ്. ഇത് വേൾഡ് റെക്കോർഡിലുള്ളൊരു ശില്പമാണ്. കാര്യം പക്ഷികളുടെ ശില്പങ്ങളിൽ ഏറ്റവും വലിയ ശില്പം ഇതാണ്. പിന്നെ അവിടെ ഒരു ഓപ്പൺ സ്റ്റേജുണ്ട്. ഈ നമ്മൾ ചെന്ന ദിവസം ക്ഷേത്രത്തിൽ കുട്ടികളുടെ ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അത് പറയാൻ കാരണം, ആ പ്രോഗ്രാമിന് വന്ന കുട്ടികൾ അവരെയും കൊണ്ടുവന്ന വലിയ 2 വലിയ വാഹനങ്ങൾ ഇതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവരെ കൊണ്ടുവന്നത് ക്ഷേത്രത്തിലേക്ക് വന്ന വാഹനങ്ങളാണ്. മറ്റുള്ളവർക്ക് ഇങ്ങനെ വാഹനങ്ങൾ മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് ഈ കേബിൾ കാറ് മഴയും കാറ്റും വെയിലും ഒക്കെ ഉള്ളപ്പോൾ ഉപയോഗിക്കാൻ കഴിയില്ല? ഒരുപാട് പേര് ആഗ്രഹിച്ച് വരുന്നുണ്ട്. അവരിവിടെ വന്ന് ഈ താഴെ ഇരുന്നിട്ട് വിഷമിച്ച് പോകുന്നത് കണ്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് അങ്ങനെ ചിന്തിക്കാത്തത്? കേബിൾ കാർ ഉപയോഗിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ അവരുടെ തന്നെ വാഹനങ്ങളിൽ ഒരു നിശ്ചിത ഫീസ് വാങ്ങിച്ചുകൊണ്ട് ഈ വയസ്സായ ആൾക്കാരെ, നടക്കാൻ പറ്റാത്തവരെ മുകളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് കൂടി ഇതൊക്കെ വന്ന് കാണാനും ഈ ക്ഷേത്രത്തിൽ വന്നൊന്ന് തൊഴുതിട്ട് പോകാനും ഒക്കെ കഴിയും. അത് ഇവർക്ക് വരുമാനം കൂടുകയും ചെയ്യും. കേബിൾ കാർ ഉപയോഗിക്കാൻ പറ്റാത്ത ദിവസം വാഹനത്തിൽ ആൾക്കാരെ മുകളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടും. കൂടുതൽ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഇനിയെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലുമൊക്കെ ഇതൊന്ന് അവരെ അറിയിക്കണം. പോകുന്നവരും അത് കണക്കാക്കി വേണം പോകാൻ. കാര്യം നടക്കാൻ ആരോഗ്യമുള്ളവരായിരിക്കണം. കേബിൾ കാർ എപ്പോഴും ഉപയോഗിക്കാൻ കഴിയില്ല. കാറ്റുണ്ടെങ്കിൽ പോലും കേബിൾ കാർ അവർ ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല അന്തരീക്ഷമായിരുന്നു നമ്മൾ പോയ ദിവസം. പക്ഷേ കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേബിൾ കാർ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നടന്ന് വരികയും വേണം. 1 മണിക്കൂർ നമുക്ക് മുകളിലേക്കും 1 മണിക്കൂർ തിരിച്ച് താഴേക്കും നമ്മൾ നടന്ന് പോകേണ്ടി വരും. അപ്പോൾ അത് കഴിയുന്നവർ മാത്രം പോവുക. വളരെ മനോഹരമായ ആ സൂര്യാസ്തമയം ഒന്ന് കാണണമെന്നും അതൊക്കെ ഷൂട്ട് ചെയ്യണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 6 മണി വരെ മാത്രമേ അവിടെ നിൽക്കാൻ അനുവാദമുള്ളൂ. നമ്മൾ അവിടെ നിറങ്ങുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോയൊന്നും നമുക്ക് കിട്ടില്ല, ഫോട്ടോയൊന്നും എടുക്കാനും സാധിക്കില്ല. മൊബൈൽ ഫോണിൽ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ക്യാമറ കൊണ്ടുപോയി ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് നിശ്ചിത ഫീസ് അവിടെ അടയ്ക്കേണ്ടി വരും. പിന്നെ ഞാൻ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് പോയത്. ഇതിനുമായി ബന്ധപ്പെട്ട് അഡ്വഞ്ചർ ആയിട്ടുള്ള ഇതൊക്കെ ഗെയിമൊക്കെ കളിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പം അങ്ങോട്ട് ഞാൻ പോയില്ല. നമ്മൾ ഇതൊന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹമായിട്ട് പോയതാണ്.
അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോകൾ ചെയ്യാം. എന്തായാലും ഇനി 2 ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ഫസ്റ്റാണ്. സെക്കൻഡ് ക്ഷേത്രത്തിൽ പോകുന്നതും ആ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ നല്ല വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കണ്ട് അഭിപ്രായം പറയണം.